എല്ലാവർക്കും നമസ്കാരം. വളരെ പ്രശസ്തമായ ഒരു കോട്ടുണ്ട്. ദ ഹാർഡസ്റ്റ് തിങ് ടു അണ്ടർസ്റ്റാൻഡ് ഇൻ ദിസ് വേൾഡ് ഈസ് ദ ഇൻകം ടാക്സ്. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതാണ്. സത്യത്തിൽ നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ ടാക്സ് പ്ലാനിങ് കാണുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കോട്ട് അല്ലെങ്കിൽ ഈ ഒരു സെയിങ് വളരെ സാധൂകരിക്കത്തക്ക ഒന്ന് തന്നെയാണ്. കാരണം വെച്ചാൽ പലപ്പോഴും ടാക്സ് പ്ലാനിങ് നടത്തുന്ന കേസിൽ ഇത് തീർത്തും ബുദ്ധിപരമായിട്ടുള്ളൊരു പ്ലാനിങ് അല്ല നടത്തുന്നത്. അതായത് ടാക്സ് എങ്ങനെ ലാഭിക്കാം എന്നത് മാത്രമാണ് ഇവിടെ പല ആളുകളും ചിന്തിക്കുന്നത്. ടാക്സ് ലാഭിക്കുന്നതോടൊപ്പം നമുക്ക് സാമ്പത്തികമായൊരു ലാഭം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് വൈസാവുന്നുള്ളൂ. അപ്പോൾ സത്യം അത് അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള ഒരു പോരായ്മയാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മൾ ടാക്സ് പ്ലാനിങ് നടത്തുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കണം, എത്രമാത്രം ബുദ്ധിപരമായിട്ടാണ് ടാക്സ് പ്ലാനിങ് നടത്തേണ്ടത് എന്ന് വളരെ വിശദമാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. സത്യത്തിൽ ഈ ടാക്സ് പ്ലാനിങ് പല ഘട്ടങ്ങളിലും ടാക്സ് പ്ലാനിങ്ങിലേക്ക് അപ്പുറത്തേക്ക് ഒരു ടാക്സ് വെട്ടിപ്പിലേക്കൊക്കെ പോകുന്നൊരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. കാരണം വെച്ചാൽ ടാക്സ് പ്ലാൻ ചെയ്ത ആളുകൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം ഇതിൻ്റെ ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലായ്മയാണ്. അപ്പോൾ നമ്മൾ സത്യത്തിൽ ടാക്സ് പ്ലാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ടാക്സ് പ്ലാൻ ചെയ്യുന്നതോടൊപ്പം തന്നെ നമുക്ക് സാമ്പത്തികമായിട്ടുള്ള മെച്ചം എവിടെയാണ്, ടാക്സ് അടയ്ക്കുന്നതാണോ മെച്ചം, അതോ ടാക്സ് സേവിങ് ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ കൂടുതൽ വല്ലതും വലിയ സംഖ്യ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണോ മെച്ചം, ഈ ഒരു കമ്പാരിസൺ നിങ്ങൾ നോക്കി പഠിച്ചതിന് ശേഷം മാത്രമാണ് ഒരു പ്രോപ്പർ ടാക്സ് പ്ലാനിങ്ങിലേക്ക് പോകേണ്ടത്. ടാക്സ് പ്ലാനിങ്ങിനെ പറ്റി ചിന്തിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ആലോചിക്കണം. ഒന്ന്, ടാക്സ് ഇവേഷനിലേക്കാണോ നമ്മൾ പോകുന്നത്, അതോ ടാക്സ് എസ്കേപ്മെൻറ്റിലേക്കാണോ പോകുന്നത്. സത്യം പറഞ്ഞാൽ ടാക്സ് ഇവേഷൻ, അതായത് ടാക്സ് വെട്ടിപ്പ് എന്നത് കുറ്റകരവും ശിക്ഷാർഹവുമാണ്. ഒരിക്കലും ടാക്സ് വെട്ടിപ്പിലേക്ക് പോകരുത്. ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എസ്കേപ്മെൻറ്റ്, അതായത് ടാക്സ് ലാഭിക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റി ആലോചിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ആലോചിക്കുന്ന സമയത്ത് നമ്മളുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, ഇത്തരത്തിൽ ഞാൻ ടാക്സ് ലാഭിച്ചത് കൊണ്ട് എനിക്ക് സാമ്പത്തികമായിട്ട് എത്ര ലാഭം, ഈ ടാക്സ് മാത്രമാണോ ലാഭം, സാമ്പത്തികമായിട്ടുള്ള ലാഭം ഉണ്ടോ എന്നും കൂടി ആലോചിക്കണം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പല കേസുകളിലും ടാക്സ് പ്ലാനിങ്ങിൻ്റെ ആളുകൾ നമ്മൾ സമീപിക്കുമ്പോൾ പല കേസുകളിലും ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഇപ്പോൾ ഒരു ഹോം ലോണിൻ്റെ ഇൻട്രസ്റ്റിൻ്റെ കാര്യം എടുത്ത് ഞാൻ എക്സാമ്പിൾ പറയാം. ഹോം ലോണ് സത്യത്തിൽ പല ആളുകളും ഹോം ലോൺ അവൈൽ ചെയ്തിട്ടുള്ള പല ആളുകളും ഈ ടാക്സ് പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അടുത്ത് വരുമ്പോൾ ഫോഴ്സ്ഫുള്ളി ഒരു ഹോം ലോണ് അവിടെ റീറ്റെയിൻ ചെയ്യുന്ന കേസാണ് പലതും കാണുന്നത്. അതായത് ഇൻകം ടാക്സ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2.5 ലക്ഷം രൂപയോളം ഇൻട്രസ്റ്റും ഒരു 2 ലക്ഷം രൂപയോളം പ്രിൻസിപ്പലും കിട്ടും, അതല്ലെങ്കിൽ 1.5 ലക്ഷം രൂപയോളം പ്രിൻസിപ്പൽ കിട്ടും. ഈ ഒരു എമൗണ്ട് കിട്ടുന്നതിന് വേണ്ടി ഒരു ഹോം ലോൺ നിർബന്ധമായിട്ടും അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. സത്യത്തിൽ ഇവർക്ക് ഈ ഹോം ലോൺ അടച്ച് തീർക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ഈ ഹോം ലോൺ നിർത്തേണ്ട ആവശ്യമില്ല. അവരെന്ത് ചെയ്യുന്നു, കൊല്ലത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു 2.5 4 ലക്ഷം രൂപയുടെ ബെനിഫിറ്റ് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇൻകം ടാക്സ് എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുന്നത്. സത്യത്തിൽ ഇത് ഭയങ്കര വലിയൊരു ഫൂളിഷ്നെസ്സാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ 4 ലക്ഷം രൂപയുടെ ബെനിഫിറ്റ് കിട്ടുക എന്ന് പറയുമ്പോൾ ഒരു 2 ലക്ഷം 2.5 ലക്ഷം രൂപ ഇൻട്രസ്റ്റ് ആയിട്ടാണ് നിങ്ങൾ കൊടുക്കുന്നത്. ഈ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന സമയത്ത് 2.5 ലക്ഷം രൂപ നിങ്ങൾ അവിടെ ഇൻട്രസ്റ്റ് കൊടുക്കുന്നു, 1.5 ലക്ഷം രൂപ പ്രിൻസിപ്പലിലേക്ക് അടയ്ക്കുന്നു. കാരണം മാക്സിമം 80C പ്രകാരം നിങ്ങൾക്ക് കിട്ടുന്ന 1.5 ലക്ഷം രൂപയാണ്. അതിൽ തന്നെ സാധാരണ പല ആളുകൾക്കും ഹോം ലോണിൻ്റെ പ്രിൻസിപ്പലിന് പുറമെ ട്യൂഷൻ ഫീസ് ഉണ്ടാവും, അതേമാതിരി തന്നെ ലൈഫ് ഇൻഷുറൻസ് പ്രീമിയങ്ങൾ ഉണ്ടാവും, പലതരത്തിലുള്ള എല്ലാം കൂടി ചേർത്തിട്ടാണ് 1.5 ലക്ഷം 80Cയിൽ കിട്ടുന്നത്. അപ്പോൾ സത്യത്തിൽ ഇതൊരു ഹോം ലോണിൻ്റെ പ്രിൻസിപ്പലിലേക്ക് ആവശ്യം തന്നെ വരാറില്ല പല കേസിലും. എങ്കിലും ഈ ഇൻട്രസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ ഇൻട്രസ്റ്റിൻ്റെ ഒരു എക്സംഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പലപ്പോഴും ഈ ഹോം ലോൺ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 4 ലക്ഷം രൂപ തിരിച്ചടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു 30% സ്ലാബുള്ള ഒരാളാണെന്ന് ഇരിക്കുക. 30% സ്ലാബുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകം ടാക്സ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് പരമാവധി 1,20,000 രൂപയാണ്. ഈ 1,20,000 രൂപ ഇൻകം ടാക്സ് ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ 2.5 ലക്ഷം രൂപ ഹോം ലോണിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കുന്നു. ഇതൊരു ഭയങ്കര തെറ്റായിട്ടുള്ളൊരു സമീപനമാണ്. കാരണം വെച്ചാൽ അത് നിങ്ങൾ തന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇൻകം ടാക്സ് കൊടുക്കരുത് എന്നുള്ളൊരു ബേസിക് ആയിട്ടുള്ളൊരു ബോധമാണ് മനുഷ്യൻ്റെ മനസ്സിലുള്ളത്. അതിനെയാണ് ആദ്യം മാറ്റേണ്ടത്. ഇൻകം ടാക്സ് കൊടുക്കുന്ന അത്ര വലിയ തെറ്റൊന്നുമല്ല. ഇൻകം ടാക്സ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ബുദ്ധിപരമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യുകയും ആ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ലാഭങ്ങൾ ഉണ്ടാവുകയും അതിൻ്റെ കൂടെ നമുക്കൊരു ടാക്സ് ബെനിഫിറ്റ് കിട്ടുകയും ആണെങ്കിൽ മാത്രമാണ് അത് ബുദ്ധിപരമായിട്ടുള്ളൊരു ടാക്സ് പ്ലാനിങ്. അതല്ലാത്ത കേസിൽ ഇത് തീർത്തും ബുദ്ധിപരമല്ലാത്തൊരു പ്ലാനിങ്ങാണ്. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ 2.5 ലക്ഷം രൂപ ഒരു സ്ഥലത്ത് ഹോം ലോണിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കുകയും 1,20,000 രൂപയുടെ ഇൻകം ടാക്സ് സേവ് ചെയ്യുകയും ചെയ്യുമ്പോൾ അതിലെന്താ ഒരു ലോജിക്ക് ഉള്ളത്? അപ്പോൾ ഇത്തരം കേസുകളിൽ ചെയ്യേണ്ടത്, പ്രത്യേകിച്ച് ഇനിയിപ്പോൾ നമ്മളൊരു ന്യൂ സ്കീമിലേക്ക് വന്നു കഴിഞ്ഞു. കാരണം വെച്ചാൽ പൊതുവേ ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് കിടക്കുന്നത് ന്യൂ സ്കീമാണ്.
ഈ ന്യൂ റെജീമിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാർ ഇത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോത്സാഹിപ്പിക്കാത്ത ഈ ഘട്ടത്തിൽ നിങ്ങൾ ടാക്സ് സേവിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോഴും ഓൾഡ് സ്കീമിൽ തന്നെ കടിച്ചു തൂങ്ങി വലിയൊരു എമൗണ്ട് നഷ്ടം വരുന്നതിനേക്കാൾ നല്ലത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ന്യൂ സ്കീം തന്നെ ഓപ്റ്റ് ചെയ്യുകയും അതേപോലെ തന്നെ നിങ്ങൾ ഈ ടാക്സ് സേവിങ് മെത്തേഡിലേക്ക് അൺനെസസറി ആയിട്ട് മാറ്റിവെക്കുന്ന ഈ എമൗണ്ടുകൾ മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രോഫിറ്റ് മേക്കിംഗ് ആയിട്ടുള്ള മറ്റ് പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളുണ്ട്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടുകളായാലും ഗോൾഡ് ബോണ്ടുകളായാലും പലതരത്തിലുള്ള ബോണ്ടുകളും ഇൻവെസ്റ്റ്മെൻറ്റുകളും പലതുമുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ അൺനെസസറി ആയിട്ട് ഇവിടെ ഹോൾഡ് ചെയ്തിട്ട് നിങ്ങൾ ടാക്സ് സേവിങ്ങിലേക്ക് വേണ്ടി മാത്രം ബൾക്കായിട്ട് പമ്പ് ചെയ്യുന്ന ഈ ഫണ്ടുകളെ നിങ്ങൾ ബുദ്ധിപൂർവ്വം ഉപയോഗിച്ചിട്ട് നല്ല തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളാക്കി മാറ്റുകയും ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് കിട്ടുന്ന ലാഭം ഉപയോഗിച്ച് ഒരു സർട്ടൺ പെർസെൻറ്റേജ് നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കുകയും ചെയ്യാം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ കേസ് പറയാം. മ്യൂച്വൽ ഫണ്ടിൻ്റെ കേസിൽ നിങ്ങൾക്ക് ഒരു ഹ്യൂജ് എമൗണ്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷം കിട്ടുന്ന ഒരു ക്യാപിറ്റൽ ഗെയിന് 1,25,000 രൂപയോളം നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻ എക്സംഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വർഷം മാക്സിമം 1,25,000 രൂപയെങ്കിലും ക്യാപിറ്റൽ ഗെയിൻ്റെ സേവിങ്സിലൂടെ നിങ്ങൾക്ക് ലാഭം എടുത്തിട്ട് ആ ലാഭത്തിന് നിങ്ങൾ ഇൻകം ടാക്സ് അടയ്ക്കേണ്ട. ആ എമൗണ്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇൻകം ടാക്സ് അടയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്താണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എമൗണ്ട് ബൾക്കായിട്ട് അവിടെ മുടങ്ങി കിടക്കുന്ന ഒഴിവാകും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ടാക്സ് സേവിങ്ങിനോടൊപ്പം തന്നെ നമുക്ക് ഇൻകം ടാക്സ് സേവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, സാമ്പത്തികമായിട്ട് എന്ത് മെച്ചമുണ്ട് നിങ്ങൾ കമ്പയർ ചെയ്യണം. ഈ ഒരു രണ്ട് കമ്പാരിസണും വെച്ചതിന് ശേഷം എനിക്ക് കൂടുതൽ എമൗണ്ട് ടാക്സ് സേവിങ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുന്നതാണോ നല്ലത്, അതോ ഈ പറഞ്ഞ മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോയിട്ട് അതിൻ്റെ ഇൻകം ജനറേറ്റ് ചെയ്ത് അത് വെച്ചിട്ട് ഇൻകം ടാക്സ് അടയ്ക്കുന്നതാണോ നല്ലത് എന്ന് വളരെ ബുദ്ധിപൂർവ്വം നിങ്ങൾ പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രമേ നല്ലൊരു ടാക്സ് പ്ലാനിങ്ങിലേക്ക് പോയിട്ട് ഇത്തരം ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യാൻ പാടുള്ളൂ. ഈ ടാക്സ് പ്ലാനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു സീരീസ് ഓഫ് വീഡിയോസ് തന്നെ ഞാൻ ഇതിൻ്റെ മുമ്പ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ടാക്സ് സേവിങ് ഇൻവെസ്റ്റ്മെൻറ്റുകൾക്ക് പോകുന്നതിന് മുമ്പ് സാമ്പത്തികമായിട്ട് ഇതെനിക്ക് എത്രമാത്രം ലാഭമുണ്ട് എന്നുള്ളൊരു ആദ്യം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ടാക്സ് പ്ലാനിങ് ഓപ്റ്റ് ചെയ്യുക. ഒരു പുതിയ വിഷയമായി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.